ഇപ്പം എന്നോട് സ്വരം പറയാറില്ലേ, എനിക്ക് പിച്ചും പെട്ടെന്ന് മനസ്സിലാവും ഏതോ പിച്ചെന്ന് പാട്ടിന്റെ. ആണല്ലേ? അപ്പൊ ചോദിക്കട്ടെ, ആ ഓലഞ്ഞാലിക്കുരുവി അതേതാ? ഇത് ജി ഷാർപ്പ്. കറക്റ്റ്. യെസ്, മൈ ഗോഡ്, കൊള്ളാലോ. അപ്പൊ പെർഫെക്റ്റ് പിച്ചും കൂടെ ആയി. ഇനി വേറെ ഒന്നിട്ടെ. ഓലഞ്ഞാലിക്കുരുവി ഇത്? സി ഷാർപ്പ്. പെർഫെക്റ്റ് പിച്ച്. യെസ്. രേഖോട്ടാ, എന്തോ ഞാൻ ഇവിടെ ഇരിക്കണ പോണാ. ഒരെണ്ണം കൂടിട്ടോ പറയുന്നോട്ടെ. ആഹാ, അത്രയ്ക്കായി. ബി. ആണ്. സാബാഷ്. അപ്പൊ ഇതായിരിക്കും സി. സി. എഫ് ഷാർപ്പ്. ആ കറക്റ്റ്. ഇനി ചോദ്യമില്ല, ഉത്തരവില്ല. സോറി, ഞാൻ തോറ്റ്. ഞങ്ങളുടെ റിയാൻ കൂടെ ജയിച്ചു. ഞെട്ടിച്ചു. ഫസ്റ്റ് കേട്ടോ, ശരിക്കും ഞെട്ടിയപ്പോഴാ. അതെ അതെ, അതൊരു ഗ്രേറ്റ് ടാലന്റ് ആണ്, അങ്ങനെ പെർഫെക്റ്റ് പിച്ച് കിട്ടുക എന്നുള്ളത്. അത് റിയാകൂട്ടാ, ഇതെങ്ങനെ സംഘടിച്ചു? ഇതൊക്കെ ഞാൻ തന്നെ പഠിച്ചത്. അപ്പോളേ എന്റെ സാറ് പറഞ്ഞു അതൊരു ഗുഡ് ക്വാളിറ്റി എന്നൊക്കെ. അതെ, നല്ല ക്വാളിറ്റി ആണല്ലോ. ഗുഡ് ക്വാളിറ്റി അല്ല, ഗ്രേറ്റ് ക്വാളിറ്റി. ഗ്രേറ്റ്. ഞാൻ ഒരു കോമഡി നാടകാവിഷ്കാരാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറയട്ടെ. ഞാനേ അത് പറഞ്ഞോട്ടെ എന്ന് ഗ്രീൻസൺ ചേട്ടന്റെ അടുത്ത് ചോദിക്കാനേ പോയി. അപ്പൊ ഗ്രീൻസൺ ചേട്ടൻ പറഞ്ഞു അത് പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴേക്കും ചിരിച്ചിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്ന് തുടച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് ചിരി വരുമോ നോക്കട്ടെ. പറയട്ടെ, മോനെ ആ പമ്പ ഗണപതി കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയല്ലോ. ഓ, എനിക്ക് രോമാഞ്ചം വന്നിട്ട് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തു പറ്റി മോനെ? ഫ്ലാറ്റ് ഉണ്ടല്ലോ സാറേ, റൂം എടുത്ത് താമസിക്കാലോ. എടാ ആ ഫ്ലാറ്റ് അല്ല, ശ്രുതി ഫ്ലാറ്റ്. പമ്പ ഗണപതി ഇതാണ് ഫ്ലാറ്റ്. ഓ ആ ഫ്ലാറ്റ്. ഞാൻ വിചാരിച്ച് ഇതെന്തീ സാർ ഫ്ലാറ്റ് എന്ന് പറയണേന്ന്. പിന്നെ പാരിന്റെ അധിപതി കുറച്ച് ഷാർപ്പായി. അയ്യോ എന്റെ ദൈവമേ, ഫ്ലാറ്റിൽ ഷാർക്കും ഉണ്ടോ, ഓടിക്കോ. എന്റെ മോനെ ഇങ്ങനെയൊന്നും അലറല്ലേ, ഷാർക്കല്ല ഷാർപ്പ്, ശ്രുതി ഷാർപ്പ് എന്ന്. പാരിന്റെ അധിപതി ഇതാണ് ഷാർപ്പ്. ഓ ആ ഷാർപ്പാണോ, ഞാൻ വിചാരിച്ചു ഷാർക്കാണ്. എന്റെ ദൈവമേ, ഞാൻ ഇവനെ പഠിപ്പിക്കുന്നത് നിർത്തിയേ. താങ്ക് യു സാർ. അത് ശരി, ഇത് കൊള്ളാലോ. ഇത് ആര് കണ്ടുപിടിച്ചതാ? ഇത് ഞാൻ മനസ്സിൽ നിന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണല്ലേ? സ്വന്തം കൃതിയാണ്. അതിനകത്ത് വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് പക്ഷെ ഞാൻ കട്ട് ചെയ്തു. അത് ഗ്രീൻസൺ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. സെൻസർ ചെയ്തോ? അതൊന്ന് കേക്കട്ടെ. മോനെ നിനക്ക് കൊറേ ഫാൻസ് ഉണ്ടല്ലോ. ആദ്യമായിട്ടാ കറങ്ങണ ഫാൻസ് ഒക്കെ എന്റെ പ്രേക്ഷകരാണ് ഞാൻ കേക്കണേ. എന്റെ പൊന്നു മോനെ, ആ ഫാൻ അല്ല, നിനക്ക് കുറെ പ്രേക്ഷകരുണ്ടല്ലോ. ആരാധകര്. ഇങ്ങനത്തെ കടുങ്കയൊന്നും ചെയ്യരുത് ഗ്രീൻസൺ. പച്ച മോനെ, നല്ല കോമഡി ആയിരുന്നു കേട്ടോ. അതെന്താന്നറിയോ, അത് മെറ്റീരിയൽ അല്ലേ, അപ്പൊ ഫാനിനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് കണക്ട് ആവത്തില്ല. അതുകൊണ്ടാ.